ഡൽഹിയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വിമാനത്താവളത്തിലെ റൺവേയിൽ വെള്ളം കെട്ടിയതോടെ ചില വിമാന സർവീസുകളെയും ബാധിച്ചു. യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ പാലിക്കാൻ എയർപോർട്ട് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൂടി തലസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത്. ഗുഡ് മോർണിംഗ് ബൽറാം. ഡൽഹിയിലും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് പ്രധാനമായും വ്യോമഗതാഗതത്തെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് വിമാനയാത്രക്കാർക്ക് നൽകിയിരിക്കുന്നത്? ഒപ്പം തന്നെ ഡൽഹിയിൽ പൊതുവായി നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. ഡൽഹിയിൽ ശക്തമായ മഴയാണ് ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ 6:30 ആണ് ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ 2 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് നൽകിയത്. പിന്നീട് അത് തുടരുകയായിരുന്നു. ശക്തമായ മഴയിൽ ഡൽഹിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വലിയ ഗതാഗത തടസ്സം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പല പ്രധാന റോഡുകളിലും ഉണ്ടായി. ഒപ്പം തന്നെ വിമാന സർവീസുകളെയാണ് ഈ മഴ ശക്തമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് വിമാന സർവീസുകൾ വൈകുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് യാത്രക്കാർക്ക് വിമാന കമ്പനികൾ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിമാന കമ്പനികളുടെ അല്ലെങ്കിൽ വിമാന സർവീസുകളുടെ സമയം മുൻകൂട്ടി നിശ്ചയിച്ച് അല്ലെങ്കിൽ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ച ശേഷം മാത്രം യാത്ര തിരിക്കാനുള്ള നിർദ്ദേശമാണ് വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്ന് പുലർച്ചെ മുതൽ ഈ ഓറഞ്ച് അലർട്ടാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴ ഇന്ന് പുലർച്ചെയും ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഈ മഴ 2 ദിവസം കൂടി തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ കാലവർഷം എത്തിയതിനു ശേഷം 2 തവണ ഓറഞ്ച് അലർട്ട് നൽകിയിരുന്നെങ്കിലും കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ വൈകിട്ട് മുതലാണ് ശക്തമായ മഴ ആരംഭിച്ചത്. ഡൽഹിക്കൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഓറഞ്ച് അലർട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഹരിയാനയിലാണ്. ഹരിയാനയിൽ ശക്തമായ മഴ, ഡൽഹിയിൽ മഴ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഹരിയാനയിലും ശക്തമായ മഴ തുടരുകയാണ്. ഒപ്പം തന്നെയാണ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും അതിശക്തമായ മഴ തുടരുന്നു. ഈ ഹരിയാനയിൽ മഴയെ തുടർന്ന് ഒരു പെട്രോൾ പമ്പിന്റെ മതിലിടിഞ്ഞു വീണ് 2 പേർ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന, റീജി. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി സാഹചര്യം പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു.